അയൺ ഡെഫിഷ്യൻസി അനീമിയ എങ്ങനെ മാനേജ് ചെയ്യാം? അപ്പോൾ പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. ഗർഭിണിയാവുന്നതിന് മുൻപ് തന്നെ രക്തം പരിശോധിച്ച് അനീമിയ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അനീമിയ ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ ചെറിയ രക്തക്കുറവ്, അതിപ്പോൾ HB10 gram ഒക്കെ ആണെങ്കിൽ നമുക്ക് അയൺ ടാബ്ലറ്റ്സും അതോടൊപ്പം നല്ല ഭക്ഷണ രീതി, അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ്, ഇലക്കറികൾ, പച്ചക്കറികൾ, അതേപോലെ റെഡ് മീറ്റ്, ലിവർ, പിന്നെ അയൺ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് വൈറ്റമിൻ C അടങ്ങിയ ഭക്ഷണങ്ങൾ, അതായത് പേരയ്ക്ക, നെല്ലിക്ക, പാവയ്ക്ക, അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. ചില ആൾക്കാർക്ക് ഓറൽ അയൺ ടാബ്ലറ്റ്സ് എടുത്താലും HB ഇമ്പ്രൂവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഓറലി അയൺ ടാബ്ലറ്റ്സ് എടുക്കാൻ പറ്റുന്നില്ല, ഇപ്പോൾ ഗ്യാസ്ട്രൈറ്റിസും അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കാരണം, അല്ലെങ്കിൽ ഇപ്പോൾ ജെസ്റ്റേഷൻ, അതായത് പ്രഗ്നൻസി 30 ആഴ്ചയ്ക്ക് ശേഷമൊക്കെ ആയാൽ നമ്മൾ IV-യിലൂടെയുള്ള അയൺ തെറാപ്പി കൊടുക്കാറുണ്ട്. ഇപ്പോൾ സിവിയർ ആയിട്ടുള്ള അനീമിയാണ്, അല്ലെങ്കിൽ ഡെലിവറി ഡേറ്റിന് വളരെ ക്ലോസ് ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും കൊടുക്കാറുണ്ട്. അനീമിയ നിസ്സാരമായ ഒരു കാര്യമല്ല, അത് ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. പ്രഗ്നൻസിക്ക് മുൻപ് തന്നെ ടെസ്റ്റ് ചെയ്യുക. ഇനി അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഗർഭിണി ആയപാടെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക.